തീർച്ചയായിട്ടും ഔസേപ്പച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കലാസാഹിത്യ രംഗത്ത്, പ്രത്യേകിച്ചും സംഗീത സംവിധാനത്തിൻ്റെ രംഗത്ത് വളരെ പേരും പെരുമയും ആർജിച്ചിട്ടുള്ള വളരെ സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ ഇപ്പം തൃശ്ശൂരിലെ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ഒരു സൂചനയാണ്, ഒരു തുടക്കം മാത്രമാണത്. നിരവധി നല്ല വ്യക്തികൾ, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഉത്കൃഷ്ട വ്യക്തിത്വങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ സൂചനയാണ് എല്ലാ ഭാഗത്തും. ഔസേപ്പച്ചന് ഇത്തവണ സീറ്റ് നൽകും? ഇല്ല, അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴേ അവിടുത്തെ ഒരു വികസന മാർച്ചിൽ അദ്ദേഹം പങ്കെടുത്തു. പിന്നെ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതൊക്കെ ഉചിതമായ രീതിയിലുള്ള തീരുമാനം വരും. ഈ സമ്മേളനങ്ങളിൽ കൂടുന്ന ആളുകളൊക്കെ വോട്ടായി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനം വിശ്വാസ സംരക്ഷണ യാത്ര എന്നുള്ള പേരിൽ നടത്തിയിട്ട് അവസാനം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വളരെ പ്രമുഖനായ നേതാവ് ശ്രീ മുരളീധരന് വിശ്വാസമില്ലാത്ത ഒരു യാത്ര നടത്തേണ്ട സാഹചര്യം വന്നു. അതായത് പാർട്ടി നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രതിഷേധം അതിലുണ്ട്. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണ യാത്ര അയ്യപ്പൻ്റെ പേരിൽ നടത്തി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് നേതാക്കന്മാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പുതിയ സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. അതുകൊണ്ട് അതൊന്നും വോട്ടായി മാറും എന്ന് കരുതാൻ ന്യായമില്ല. ഈ ശബരിമല പ്രക്ഷോഭ സമയത്തെ സംഘപരിവാർ നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ കോൺഗ്രസിനായിരുന്നു അന്ന് കാലത്ത് ഗുണം ചെയ്തത്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണോ BJPയും സംഘപരിവാറും ഒക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തേക്കൊന്നും പോവാതിരുന്നത്? അതല്ല, ശബരിമലയുടെ കാര്യത്തിൽ വളരെ സത്യസന്ധമായും വളരെ ആത്മാർത്ഥമായും സമരം നടത്തിയിട്ടുള്ള പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ആചാരലംഘനം നടത്തി യുവതികൾക്ക് ശബരിമല പ്രവേശനത്തിൻ്റെ സൗകര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പിണറായി സർക്കാർ വലിയ ബഹളം കൂട്ടിയ സമയത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരം ഏറ്റെടുത്ത് വളരെയധികം വിശ്വാസികളുടെ കൂടെ നിന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ പാർട്ടിയിലെ നേതൃനിരയിലുള്ള പ്രമുഖരായ ആളുകളൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിരാഹാരം നടത്തിയിരുന്നു, ഉപവാസ സമരം. ഞാനൊരു 10 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരത്തിനന്ന് പങ്കെടുത്ത വ്യക്തിയാണ്. അന്നൊക്കെ ജനങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണയുണ്ടായിരുന്നു. അവർക്ക് ഉള്ള വിശ്വാസം BJPയിലാണ്. കാരണം BJP വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സമീപനമല്ല ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അടിസ്ഥാനപരമായി വിശ്വാസികളുടെ കൂടെയാണ് എല്ലാ കാലത്തും BJP നിന്നിട്ടുള്ളത്.